അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈസി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയുന്നതായിരിക്കും ഞാൻ കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കാണുന്നത് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫുൾ ടൈം ട്രാവലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ഏജൻസി ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അത്ര ടൈം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് വിചാരിച്ച അത്ര നമുക്ക് ടൈം കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രീഡം ബിസിനസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്നിട്ട് ഓൺലൈനിലൂടെ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഒരു ബ്രാൻഡ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള ഒരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബ്രാൻഡുമായിട്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും, അതിന് നമ്മൾക്ക് ഒരു കമ്മീഷൻ അവർ നമുക്ക് തരും. ഇത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ആമസോൺ അഫിലിയേറ്റ് പോലെയുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നവരുണ്ടാവും, സോഫ്റ്റ്വെയർസ് ചെയ്യുന്നവരുണ്ടാവും, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നവരുണ്ടാവും. ഇത് എന്ത് ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മളുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നിഷ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ റാൻഡം ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും റാൻഡമായിട്ട് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നമ്മളുടെ ക്രെഡിബിലിറ്റി പോകും. അത് മാത്രമല്ല, നമ്മളെ ആളുകൾ ഒരു സെയിൽസ്മാൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് നമ്മളെ പൊസിഷൻ ചെയ്യേണ്ടത്. അത് ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് യോഗ ട്രെയിനേഴ്സിന്, യോഗ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ യോഗ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെ ഓൺലൈനിലൂടെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ എന്നെ പൊസിഷൻ ചെയ്യും. എന്നിട്ട് ഈ യോഗ ട്രെയിനേഴ്സിന് ഓൺലൈനിലൂടെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടൂളുകളും റിസോഴ്സുകളും കോഴ്സുകളും ഞാൻ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അത് എന്നിട്ട് നമ്മളുടെ നിഷിലേക്ക് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള മെത്തേഡ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക. പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ തന്നെ ജെവിസു, ക്ലിക്ക് ബാങ്ക്, ഷെയർ എ സെയിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഷ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. റാൻഡം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പിക്ക് ചെയ്യരുത്. അത് തന്നെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ, ഇപ്പോൾ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാവും, മന്ത്ലി സബ്സ്ക്രിപ്ഷന് സെൽ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻസ് കിട്ടും. റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും കസ്റ്റമർ ഈ സോഫ്റ്റ്വെയറിന് പേ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ മാസവും അതിൽ നിന്ന് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, നമ്മൾ കുറച്ച് മാസങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം സ്ട്രീം അവിടെ ജനറേറ്റ് ആവും. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഉള്ള പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു നിഷ് സെലക്ട് ചെയ്ത് അതിന് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് അത് ഫണൽസ് യൂസ് ചെയ്ത്, സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാനതിൽ പറയുന്നുണ്ട്. ഓക്കെ, ശരി, ഞാൻ കാണിച്ചു തരാം. ആദ്യം എന്താണ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെബ്സൈറ്റ് തന്നെയാണ്, ലാൻഡിങ് പേജുകൾ തന്നെയാണ്. പക്ഷെ അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പേജാണ്. അപ്പോൾ നമ്മളെ ഒരു പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ഒരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ട് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസൾട്ടൻറ്റ് പേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫണലിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺസൾട്ടൻ്റ് ആയിട്ട്, ഞാൻ ഇങ്ങനെ ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് നമ്മളുടെ അടുത്തൊരു കോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് അവർക്കൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ഗ്രോ ചെയ്യേണ്ടത്. ഇതാണ് 5 സ്റ്റെപ്പിൽ. അതായത് ആദ്യം നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം, പിന്നെ ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യണം, പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഓട്ടോമേറ്റ് ചെയ്യണം, ഇമെയിൽ വഴി ന്യൂസ് ലെറ്റേഴ്സ് അയക്കണം. ഇങ്ങനെ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പ്ലാനിൽ ഓരോ പ്ലാനിലും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സിസ്റ്റം നമ്മളുടെ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകളായിരിക്കും.
ഇങ്ങനെയാണ് നമ്മൾ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്കതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് റാൻഡം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റിക്കറിങ് ഇൻകം കിട്ടില്ല. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ അതായത് ഞാനൊരു ലാൻഡിംഗ് പേജ് ബിൽഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസൈനിലോ കോപ്പി റൈറ്റിങ്ങിലോ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സർവീസായിട്ട് ആദ്യം കൊടുക്കാം. അതായത് ലാൻഡിംഗ് പേജ് ഡിസൈനിങ് ആസ് എ സർവീസ് ഫോർ യോഗ ട്രെയിനേഴ്സ് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് യോഗ ട്രെയിനേഴ്സിനെ ലിങ്ക്ഡിനിലൂടെയൊക്കെ ഔട്ട്റീച്ച് ചെയ്തിട്ട് അവർക്ക് ഇത് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടോ നമുക്കത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഫ്രണ്ട് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സർവീസിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് കിട്ടും. അത് കൂടാതെ ഈ സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സോഫ്റ്റ്വെയർ വേണ്ടി വരുമല്ലോ. ആ സോഫ്റ്റ്വെയർ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ തന്നെ പർച്ചേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്ഫ്രണ്ട് കോസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു മന്ത്ലി റിക്കറിങ് ആയിട്ടുള്ള ഒരു കമ്മീഷനും കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു 2-3 ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം, ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് യോഗ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ലാൻഡിംഗ് പേജ് ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ ഫണൽ ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. 2-3 ജനറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കൊടുക്കാം. ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഡൗൺലോഡ് ചെയ്യും. അവരത് ഡൗൺലോഡ് ചെയ്ത് അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്വെയർ വേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മളൊരു ഹൗ ടു ഗൈഡ് കൊടുത്തിട്ട് ആ ഗൈഡിൽ നമ്മൾ പറയുക, അതായത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് അവർ ആ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയും നമുക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും. നമ്മൾ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും അവർ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻസ് കിട്ടും. ഇത് ഏത് രീതിയിലുള്ള സോഫ്റ്റ്വെയറിനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റീൽ ടെംപ്ലേറ്റ്സ്, വീഡിയോ ടെംപ്ലേറ്റ് ഫോർ യോഗ ട്രെയിനിങ്, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോ ടിക്കറ്റ് പ്രൈസിനും നിങ്ങൾക്ക് കൊടുക്കാം. മേ ബി ഒരു 500 റുപ്പീസിന് ഇത്ര ടെംപ്ലേറ്റ് 3 ലാൻഡിംഗ് പേജ് ടെംപ്ലേറ്റ് ഫോർ 500 റുപ്പീസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ പ്രൈസ് വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു അപ്ഫ്രണ്ട് കോസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആഡൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ല് ചെയ്യുന്നതിൻ്റെ ഈ കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ആ ആഡിൻ്റെ കോസ്റ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആഡ് റണ്ണ് ചെയ്ത് ഇപ്പോൾ ഒരു 500 റുപ്പീസിനാണ് നിങ്ങൾ 3 ടെംപ്ലേറ്റ് കൊടുക്കുന്നതെങ്കിൽ 500 റുപ്പീസ് ആഡിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറിനെയാണ് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസിക്കലി ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലീഡ്സ് കിട്ടും. മനസ്സിലായോ? അതായത് നിങ്ങൾ ആഡാണ് റൺ ചെയ്യുന്നത്. ആഡ് റൺ ചെയ്യുമ്പോൾ 500 റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ 500 റുപ്പീസിൻ്റെ ഒരു സെയിൽ വരുന്നത്. സോ ബേസിക്കലി ഈ ആഡ് കോസ്റ്റ് ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അവർ ആ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് അഫിലിയേറ്റ് കമ്മീഷനും കിട്ടും. ഇങ്ങനെയാണ് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതിനൊക്കെയുള്ള ടെംപ്ലേറ്റുകളാണ് ഇത് ഞാൻ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ടെംപ്ലേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യാനോ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയി കൊടുത്ത് ലീഡ് ജനറേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പേര് ഫ്രീഡം ബിസിനസ് OS എന്നാണ്. ഇത് അഫിലിയേറ്റ് പേജുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും. നിങ്ങൾക്ക് എല്ലാ വെനസ്ഡേയും നമ്മൾ 7:30 കോൾസ് ഉണ്ട്, ഗ്രൂപ്പ് കോച്ചിങ് കോൾസ് ഉണ്ട്. ഈ കോൾസിൽ നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പുതിയ സ്ട്രാറ്റജീസൊക്കെ ആ കോളിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടെയാണ് ഈ ലാൻഡിംഗ് പേജ് ബിൽഡേഴ്സ്. ഈ ലാൻഡിംഗ് പേജ് ബിൽഡേഴ്സിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടാണ് അവർ അവരുടെ ലാൻഡിംഗ് പേജുകളും വെബ്സൈറ്റുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് പിന്നീട് ഫ്യൂച്ചറിൽ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാൻഡിംഗ് പേജ് ഡൗൺ ആവും, അവരുടെ വെബ്സൈറ്റ് ഡൗൺ ആവും, ഇമെയിൽസും കസ്റ്റമർ ഡാറ്റയും എല്ലാം ഡൗൺ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് വരെ ആ ഒരു സോഫ്റ്റ്വെയർ കീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് എത്രത്തോളം കാലം റൺ ചെയ്യുന്നോ അത്രത്തോളം കാലം നിങ്ങൾക്ക് അഫിലിയേറ്റ് കമ്മീഷനും കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ,
ഇനി ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നിഷിൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള യൂട്യൂബ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റും എഫക്റ്റീവും ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിങ്ക്ഡിനിലൂടെ ഇതുപോലെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് നമുക്ക് അവർക്ക് ഔട്ട്റീച്ച് മെസ്സേജുകൾ കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീ ടെംപ്ലേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ യോഗ ട്രെയിനേഴ്സിന് വേണ്ടിയുള്ള ഫ്രീ ടെംപ്ലേറ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ യോഗ ട്രെയിനർ എന്ന് പറഞ്ഞ് റീജിയണും അതായത് ലൊക്കേഷനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള എല്ലാ യോഗ ട്രെയിനേഴ്സിൻ്റെയും ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. അവരെ കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മൈ കണക്ഷൻ റിക്വസ്റ്റ്, ഐ ഹാവ് ക്രിയേറ്റഡ് ദീസ് ഫ്രീ ടെംപ്ലേറ്റ്സ് ഫോർ യോഗ ട്രെയിനേഴ്സ് ലൈക്ക് യു, ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് ടു യു ഫോർ ഫ്രീ ഫോർ എ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്കത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അവരുടെ അടുത്ത് നിന്ന് നമുക്കതിൻ്റെ ഫീഡ്ബാക്കും കിട്ടും. അവരത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്ത്ലി റിക്കറിംഗ് ആയിട്ടുള്ള അഫിലിയേറ്റ് കമ്മീഷനും കിട്ടും. ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും ലോ ലെവലിൽ ഏറ്റവും ഒരു സ്മോൾ ടിക്കറ്റ് പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ പറയുമ്പോൾ സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാൻഡിംഗ് പേജ് ബിൽഡറാണ്. ലാൻഡിംഗ് പേജ് ബിൽഡേഴ്സിൻ്റെ കാറ്റഗറിയിലുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി. സിസ്റ്റമിയുടെ ചാർജ് വരുന്നത് $27 പെർ മന്താണ്. $27 എന്ന് പറയുന്ന സമയത്ത് 2000 രൂപ, 2200 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതിൻ്റെ അഫിലിയേറ്റ് കമ്മീഷൻ വരുന്നത് 60% റിക്കറിങ് കമ്മീഷനാണ്. 60% നിങ്ങൾക്ക് റിക്കറിങ് ആയിട്ടുള്ള കമ്മീഷൻസ് ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ $16.5 നിങ്ങൾക്ക് ഓരോ മാസവും ഒരു സിംഗിൾ സെയിലിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊരു 30 അല്ലെങ്കിൽ ഒരു 40 സെയിൽ വന്നു കഴിഞ്ഞാൽ ആകെ ലൈഫ് ടൈമിൽ നിങ്ങൾ ആകെ ഈ സിസ്റ്റമിയുടെ 40 സെയിൽ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും, നിങ്ങൾ പിന്നീട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മന്ത്ലി റിക്കറിങ് ആയിട്ട് $1000 ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ചില ആളുകൾ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കും. കാരണം ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അവർക്ക് ഓഫേഴ്സ് കിട്ടും. അപ്പോൾ ഓഫർ കാണുന്ന സമയത്ത് ചിലർ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കും. ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ 10 ടൈംസ് ഒക്കെ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്. 3 മാസത്തേക്ക് $37 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, 3000 റുപ്പീസ്. നിങ്ങളതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സുകളും ട്രെയിനിങ്ങുകളും, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമിൻ്റെ ഹെൽപ്പും എല്ലാം നിങ്ങൾക്ക് കിട്ടും. കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് വരികയാണെങ്കിലും നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചാൽ മതി. കമ്മ്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ടീമോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.